ഹലോ ഗായ്സ്, നമുക്കൊരു ചക്ക ഇടാൻ പോയാലോ? ഇന്ന് ഞാൻ തറവാട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോസിൽ കാണിക്കാറുണ്ടായിരുന്നു. എൻ്റെ വീടിന് മുമ്പിൽ തന്നെ ഒരു പറമ്പിലുള്ള ഒരു ചക്കമരം, പ്ലാവ് മരം. ആ പ്ലാവ് നിറയെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ വീടിന് താമസം മാറിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ചക്ക കണ്ടപ്പോൾ ഞാൻ ചക്ക ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറുകയാണ് കേട്ടോ. പക്ഷേ താഴെ കൂടെ വേണം കയറണമെങ്കിൽ 2-3 പ്രാവശ്യം പരിശ്രമിച്ചിട്ടാട്ടോ മേലെ കയറാൻ പറ്റിയത്. കാരണം ചിലപ്പം നനഞ്ഞിരിക്കുന്നതുകൊണ്ടേ തിണ്ടിടിയെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വലിഞ്ഞ് കയറി ഗൈസ്. അങ്ങനെ കയറി ഞാൻ ചക്ക ഇടാൻ പോവുകയാണേ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പ്ലാവിൻ്റെ ചുവട്ടിൽ നിറയെ ചക്ക വീണ് കിടക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാവില്ല, നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലെ പറമ്പിലൊക്കെ പോയിട്ടാണല്ലോ ചക്ക ഇടുക. അപ്പോൾ ഈ മരം ഞങ്ങളോട് ചക്കേനെ ഇട്ടോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവർ ആ പറമ്പത്ത് അവർ തന്നെ കേട്ടോ. അവർ താഴേക്ക് ഇറങ്ങി വരില്ല. അപ്പോൾ ഈ പ്ലാവത്തെ ചക്ക മുഴുവൻ ഞങ്ങൾ തന്നെ ഇടല്. പക്ഷേ ഒരാഴ്ച ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഗായ്സ്. അതുകൊണ്ട് ചക്കയൊക്കെ താഴെ വീണ് പോയി. എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. എന്താ ചെയ്യുക. പിന്നെ ഇതാ കുഞ്ഞി പൂച്ചേനെയും കൊണ്ട് കളിക്കുകയാണ്. കുഞ്ഞ് കുറേ ദിവസം കൂടിയിട്ട് കിട്ടിയ പൂച്ചേനെ കണ്ടാൽ ആ സന്തോഷത്തിലാണ് കുഞ്ഞ്. അതിനെ ഓമനിക്കുന്നു, ഉമ്മ വെക്കുന്നു, ഉറക്കുന്നു, ഡാൻസ് കളിപ്പിക്കുന്നു, എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ ഉമ്മ ചക്ക എടുക്കാനുള്ള ചാക്കൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചക്ക ഒന്നിടാന്ന് വെച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ഈ ചക്കയൊക്കെ വീണിടുന്നുണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 3 ചക്ക അങ്ങ് ഇട്ടു കേട്ടോ. പിന്നെ ഇതാ കല്ലൂസ് ഇവിടെ ഉണ്ട്. നമ്മുടെ കല്ലൂസിന് വയ്യ കേട്ടോ. കല്ലൂസിന് പനിയുണ്ട്, ലൂസ് മോഷനുണ്ട്. കല്ലൂസിന് തീരെ വയ്യ. കല്ലൂസിന് മരുന്നൊക്കെ വാങ്ങിച്ച് ആരോ തണുപ്പടിക്കണ്ടെന്നുണ്ടാവും പിന്നെയും പുറത്തിറങ്ങിയാണ്. അങ്ങനെ ഒരു ചക്ക ഞാൻ ഉമ്മാൻ്റെ കയ്യിലേൽപ്പിച്ചു. അങ്ങനെ 2ാമത്തെ ചക്ക എടുക്കാൻ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഉമ്മ ചക്കയും കൊണ്ട് ഇങ്ങനെ പായലൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ തെന്നാൻ സാധ്യത. ഉമ്മ സൂക്ഷിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ ഒരു ചക്ക അവിടെ കൊണ്ടു വെച്ചു. ഇതാ നമ്മൾ കുറിഞ്ഞ് വീണ്ടും താഴേക്ക് പോവാണ്. കെൻസേൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാണ്. കെൻസ ഡാൻസ് കളിക്കുന്നത്. ഇതാ ഉമ്മ ഞാൻ 2ാമത്തെ ചക്ക എടുത്ത് ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കുക കേട്ടോ. ഒരു ചക്ക ഇടാനാണ് ശരിക്കും കയറിയത്. ചാറ പറയുക ചക്ക വെട്ടിയിട്ടു. അങ്ങനെ പിന്നെ നോക്കുമ്പം ഇതാ ഇവിടെ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറയാണ് വേഗം എടുത്തിട്ട് ഇങ്ങോട്ട് വാ, മഴ പെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ 3ാമത്തെ ചക്ക എടുത്ത് ഞാൻ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ അമ്മൻ്റെ കയ്യിൽ. അങ്ങനെ 3ാമത്തെ എടുത്തിട്ട് പിന്നെ വാക്കത്തെ അവിടെ പ്ലാവിൻ്റെ ചുവട്ടിലായിരുന്നേ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ കയ്യിൽ അരക്കൊക്കെ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ടേ ഞാനത് കളയാൻ ശ്രമിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി 3ാമത്തെ ആ കത്തി ഞാൻ കൊടുത്തു. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ചെറിയ തിണ്ടാണെങ്കിൽ അത്യാവശ്യം ഇടിയാൻ സാധ്യതയുള്ള തിണ്ടാണ്. അങ്ങനെ ഞാൻ ഉമ്മച്ചിൻ്റെ കത്തി കൊടുത്ത് ഇതാ കത്തി തിരിച്ച് വാങ്ങാം കേട്ടോ. അങ്ങനെ ഒരു ചക്ക വരെ 3 ചക്ക ഇട്ടെന്നൊക്കെ കേട്ടോ ഞാൻ പറയുന്നത്. 2 അവിടെ ഇറങ്ങി, 1 ഉമ്മ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ കൈ നന്നാക്കാൻ വേണ്ടിയിട്ട് എണ്ണയുണ്ടോ നോക്കാൻ പോകാം കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ അപ്പോഴത്തേക്ക് ഉമ്മ ആ ചക്ക കൊണ്ട് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഞാനത് വാങ്ങി. ഉമ്മക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ നല്ല പ്രയാസമുണ്ട്. അപ്പം കാണുന്ന പോലെയല്ല കേട്ടോ, ഒരു ചെറിയൊരു ചെങ്കുത്തായൊരു സ്ഥലമാണ്. അങ്ങനെ അത് അമ്മ വെട്ടി നോക്കുകയാണ് ചക്ക കേട്ടോ. ആ ചക്ക നിങ്ങളാരെയും കോടാലി വെച്ച് വെട്ടാറുണ്ടോ? ഞങ്ങൾക്ക് എളുപ്പം ഇതായി കോടാലി വെച്ച് വെട്ടാട്ടോ. ഉമ്മ എപ്പോഴും ഉമ്മക്ക് ചക്കയും കൊണ്ടേ കൊടുത്താൽ മതി, ബാക്കി പണിയൊക്കെ ഉമ്മ അങ്ങ് വേഗം ചെയ്തോളൂ കേട്ടോ. ഇട്ട് കൊടുക്കുന്ന കാര്യം എനിക്കാണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പച്ചച്ചക്ക തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുഴുങ്ങിയതിനോട് പിന്നെ അത്ര താല്പര്യമല്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ട് മഞ്ഞ നീര് ഓടിയിട്ടുണ്ടേ. അപ്പോൾ ഇത് പുഴുങ്ങാൻ പറ്റുമോ എന്നറിയില്ല, പുളിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഒരെണ്ണം കഴിച്ചു നോക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഉമ്മ വെട്ടിയപ്പോൾ ഞാൻ അതൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു പഴുത്തതാണോ പുളിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ ഞാൻ. അങ്ങനെ അതിൻ്റെ നിറഞ്ഞൊക്കെ എടുത്ത് ഞാൻ കഴിച്ച് നോക്കി. അപ്പോൾ പഴുത്തിട്ടൊന്നുമില്ല, അപ്പോൾ പുഴുങ്ങാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാൻ കല്ല് കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ കല്ലിൻ്റെ അടുത്തേക്ക് ഞാനിങ്ങ് വീട്ടിലേക്ക് കയറിപ്പോന്നു, അകത്തേക്ക് കയറിപ്പോന്നു കേട്ടോ. ബാക്കിയൊക്കെ ഇനി ഉമ്മ ചെയ്തോളൂ, ഉമ്മയും താത്തയുണ്ട് അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് കയറിപ്പോന്നു. അങ്ങനെ ഉമ്മ ചക്കയൊക്കെ വെട്ടി നോക്കി പഴുത്തിട്ടുണ്ടോ പച്ചയാണോ എന്നൊക്കെ നോക്കി ഉമ്മ ചവച്ച് നോക്കുകയാണ്, തിന്ന് നോക്കുകയാണ്. അങ്ങനെ 2 ചക്കയൊക്കെ അവിടെ ബാക്കി വന്നുട്ടോ ഗൈസ്. അങ്ങനെ 2 ചക്കയൊക്കെ അവിടെ മാറ്റി വെച്ച് ഒരു ചക്ക വെട്ടി ഞങ്ങൾ പുഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ എന്താ പറയുക, അടിപൊളിയായി ചക്ക. ഇന്നിപ്പോൾ ചക്കപ്പുഴുക്കുണ്ടാവും. പക്ഷേ ഞങ്ങൾ അവിടുന്ന് പുഴുങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു, വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അവിടുന്ന് പുഴുങ്ങാൻ നിന്നില്ല. പിന്നെ ഉമ്മക്ക് 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, ഉമ്മൻ്റെ അയൽക്കൂട്ടത്തിൽ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇന്ന് താൻതെരുവിലായിരുന്നു. ചക്കയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ തുണികളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. വഴിയെ കാണിക്കാൻ തുണികളൊക്കെ ഇനി അടുക്കി പെറുക്കി വെക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് കേട്ടോ എൻ്റെ വിജയത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ താങ്ക് യു, ബൈ ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ, സി യു.